സ്വർഗത്തിൽ പോകാൻ നമുക്കിഷ്ടമാണ്. ഒത്തിരിയേറെ അത്ഭുതങ്ങളും അടയാളങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കണമെന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കാറുണ്ട്. പക്ഷെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നടക്കാറില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഒത്തിരിയേറെ സങ്കടവും പലപ്പോഴും ഉണ്ടാവാറുണ്ട്. പക്ഷെ ഇങ്ങനെ ഈ ദൈവത്തിൽ നിന്ന് കിട്ടുന്ന ഒത്തിരിയേറെ അത്ഭുതങ്ങളും അടയാളങ്ങളും അല്ലെങ്കിൽ ഭൗതികമായിട്ടുള്ള ഒത്തിരി നേട്ടങ്ങളും ഇതൊന്നുമല്ല യഥാർത്ഥത്തിലുള്ള ആത്മീയ ജീവിതത്തിനുള്ള മാർഗമെന്ന് കുരിശിൻ്റെ വിശുദ്ധ യോഹന്നാൻ നമ്മളെ പഠിപ്പിക്കും. അദ്ദേഹത്തിൻ്റെ വളരെ പ്രസിദ്ധമായ ഒരു പുസ്തകമാണ് കർമ്മലയേറ്റം എന്ന് പറയുന്ന പുസ്തകം. അദ്ദേഹം പറയും, ആത്മീയത എന്ന് പറയുന്നത് ഒരു മലകയറ്റം പോലെയാണ്. എത്ര വളരെ ലളിതമായി ശൂന്യമായ ഒരു വഴിയിലൂടെയാണോ നമ്മൾ സഞ്ചരിക്കുന്നത്, അത്രമാത്രം നമുക്ക് ദൈവത്തെ പെട്ടെന്ന് സ്വന്തമാക്കാൻ സാധിക്കും എന്ന് കുരിശിൻ്റെ വിശുദ്ധ യോഹന്നാൻ നമ്മളെ പഠിപ്പിക്കും. അദ്ദേഹം 3 വഴികളെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്: അധമപാത, മധ്യമപാത, ഉത്തമപാത. അധമപാത എന്നതുകൊണ്ട് കുരിശിൻ്റെ വിശുദ്ധ യോഹന്നാൻ അർത്ഥമാക്കുന്നത് ഈ ലോകത്തിലുള്ള എല്ലാ നേട്ടങ്ങളും സന്തോഷങ്ങളും ഒക്കെ സ്വീകരിച്ചുകൊണ്ട് അത് നമ്മുടെ ജീവിതത്തിൽ സ്വന്തമാക്കിക്കൊണ്ട് ആത്മീയ മല കയറാൻ ശ്രമിക്കുന്നതാണ്. തീർച്ചയായിട്ടും യാത്രയ്ക്ക് ഭാരം കൂടുന്തോറും യാത്ര വളരെ വിഷമകരമായിരിക്കും. അതുപോലെ തന്നെ ഇത്തരം സന്തോഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ സ്വീകരിക്കും തോറും ദൈവത്തിലേക്കുള്ള ആത്മീയ യാത്ര കൂടുതൽ ദുസ്സഹമായിരിക്കും. മറ്റൊരു മാർഗം എന്ന് പറയുന്നത് മധ്യമപാതയാണ്. സ്വർഗത്തിൽ നിന്നുള്ള ഒത്തിരിയേറെ അത്ഭുതങ്ങളും അടയാളങ്ങളും അതുപോലെ ആത്മീയ സന്തോഷവുമൊക്കെ അനുഭവിക്കാൻ നമ്മൾ കൂടുതൽ ഇഷ്ടപ്പെടുകയും ദൈവത്തെ അന്വേഷിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇത്തരം കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുകയും ചെയ്യുമ്പോൾ അതും നമുക്ക് ക്ലേശകരമായി മാറും. നമ്മുടെ യാത്ര പകുതി വെച്ച് നിൽക്കുകയും ചെയ്യും. എന്നാൽ കുരിശിൻ്റെ വിശുദ്ധ യോഹന്നാൻ നമ്മളോട് പറയുന്ന യഥാർത്ഥ വഴി എന്ന് പറയുന്നത് ഉത്തമ പാതയാണ്. ആ പാത വളരെ ശൂന്യമായ പാതയാണ്. അവിടെ ഭൗതികമായ നന്മകളോ സന്തോഷങ്ങളോ ഒന്നും നമ്മൾ ലക്ഷ്യം വെക്കാതെ, സ്വർഗത്തിൽ നിന്നുള്ള സന്തോഷങ്ങളും അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രതീക്ഷിക്കാതെ ദൈവത്തിൽ മാത്രം ശ്രദ്ധിച്ചുകൊണ്ടുള്ള ഒരു യാത്രയാണ്. നമ്മൾ തിരഞ്ഞെടുക്കേണ്ട ഈ പാത നമുക്ക് സ്വന്തമാക്കാം. ഭൗതികമായ നേട്ടങ്ങളെക്കാളും സന്തോഷങ്ങളെക്കാളും ആത്മീയമായ നേട്ടങ്ങളെക്കാളും സന്തോഷങ്ങളെക്കാളും ദൈവത്തിൽ കൂടുതൽ ആശ്രയിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം.